ട്രിപ്പിൾ ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കളറിലുള്ള ക്യാൻഡിൽസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു റെഡ് കളറിലുള്ള ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തേത് ഗ്രീൻ കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ടേക്കുക. കൂടാതെ ജനറൽലെസ് വീഡിയോയാണ്, മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം. കൂടാതെ ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു റെഡ് കളർ ക്യാൻഡിലിൻ്റെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേര് പറയുക, മെഡിറ്റേറ്റ് ചെയ്യുക, ആ വ്യക്തിയെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക, കോൺസെൻട്രേഷൻ കൊണ്ടുവരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുന്നത്, ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്. Dear Archangels, Spirit Guides and Sisters, please give me the right answer. What is he thinks about you? What he thinks about you? ഇവിടെ 6 of Pentacles എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ആ വ്യക്തി മറ്റാരുടെയെങ്കിലും ഹെൽപ്പ് തേടുന്നുണ്ടാവാം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപക്ഷെ നിങ്ങൾ വാട്സപ്പ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, സോഷ്യൽ മീഡിയ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ആ വ്യക്തിക്ക് നിങ്ങൾ അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനും ഉണ്ടാവും. അതായത് ആ വ്യക്തി നോക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ഹെൽപ്പ് ഈ വ്യക്തി തേടുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെക്കാൾ മുമ്പ് ഒരു എക്സ് ഉണ്ടായിട്ടുണ്ടാവണം. ആ വ്യക്തിയെയും നിങ്ങളെയും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, അത് അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക, ആ ഒരു സിറ്റുവേഷൻ ഈ വ്യക്തി കീപ്പ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെയും വേണം ആ പേഴ്സണെയും വേണം, ബാലൻസ് ചെയ്യുന്നു. അങ്ങനെയും ആകാം. അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ സഹായത്തോടു കൂടി ഈ വ്യക്തി നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി എർത്ത് സൈൻ ടോറസ് വെർഗോ കാപ്രിക്കോൺ. ഇവിടെ ക്യുനോവാൻസ് ആൻഡ് ദ ജഡ്ജ്മെൻറ്റ്. ഈ വ്യക്തി ഇപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെ മാത്രം വാച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഒരുപക്ഷേ നിങ്ങളെക്കാൾ ബെറ്ററാണ് തേർഡ് പാർട്ടി, മറ്റ് വ്യക്തി എന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ പോയതായിരിക്കാം. പക്ഷേ ഇപ്പോൾ തിരിച്ച് നിങ്ങൾ തന്നെയാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ തിരികെ വരുന്നത്. പക്ഷേ അവിടെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നിങ്ങളറിയാതെ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇനി തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു പക്ഷേ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കളയാൻ പറ്റില്ല. അപ്പോൾ അതും ഇവിടെ റീസണേറ്റ് ആവും. ഇവിടെ ഫാമിലിയെ നിങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. ഈ ഫാമിലി എന്ന് പറയുന്ന വ്യക്തിയുടെ പാരൻസും ആകാം, അല്ലെങ്കിൽ വ്യക്തി ഒരു മാരീഡ് ആയിട്ടുള്ള പേഴ്സൺ ആവാം. ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകുന്നത്. ഇപ്പോൾ അതായത് കറണ്ട് സിറ്റുവേഷനിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം, നിങ്ങളെ നോക്കുന്നുണ്ട്, കമ്മിറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും ഇവിടെ കമ്പൈൻ എനർജിയിൽ ഈ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോഴും അക്കരെ പച്ച എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് കുറച്ചു കാലം നല്ല രീതിയിലേക്ക് റിലേഷൻഷിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കാലം വിട്ടു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നു, വീണ്ടും കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുന്നു, വീണ്ടും പോകുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകാം ഈ ഒരു റിലേഷൻഷിപ്പ്. അതായത് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയും നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോവുകയും ചെയ്യുമ്പോൾ തന്നെ ഈ വ്യക്തിക്കൊരു തോന്നലുണ്ടാവുകയാണ്, ഇല്ല മറ്റേ റിലേഷൻഷിപ്പാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും തരത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും അവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അത് ഇവിടെ പ്രോബ്ലം ആണ്. അതായത് ഒരു സ്റ്റെബിലിറ്റി ഇല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ പറയാൻ സാധിക്കും. അതായത് ആ വ്യക്തിയുടെ ഒരു നീഡ്സിന് വേണ്ടി മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ അത് ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയും ആകാം. അപ്പോൾ ഇൻ ഷോർട്ട് ഈ വ്യക്തി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടു പോകാനായിട്ട് എപ്പോഴും ആഗ്രഹിക്കും. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണമെന്നുള്ളത്. ഇനി ഇപ്പോഴത്തെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് തുടങ്ങണം. അതുപോലെ തന്നെ ഒരുപാട് പാഷൻ, ഒരുപാട് ഇഷ്ടം ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത്.
നിങ്ങളെ ഡ്രീം കാണുന്നു, ഒരുപാട് വിഷമം അനുഭവിക്കുന്നു. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾ ഒരുപാട് മിസ് ചെയ്തിട്ടായിരിക്കും ഇപ്പോൾ തിരികെ വരുന്നത്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും വലിയ ഒരു താല്പര്യമോ ഒരു ഇഷ്ടമോ ഒക്കെ അവർക്ക് ചിലപ്പോൾ ഉണ്ടായി കാണില്ല ഈ വ്യക്തിൻ്റെ അടുത്ത്. ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹവും കാര്യങ്ങളൊന്നും തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നില്ല. ആ ഒരു സാഹചര്യത്തിലും ആകാം ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടും ഈ റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുമാണ്. ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷനാണ് ഇവിടെ കൂടുതലുള്ളത്. അപ്പം നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഈ വ്യക്തി കൊള്ളാം എന്നുള്ള ആ ഒരു ധാരണയിലാണ് ഇപ്പോഴത്തെ തിരിച്ചുവരവ്. പക്ഷെ ഇവിടുത്തെ ലാസ്റ്റ് കാർഡ് കണ്ടോ, അതൊരു ഡെവിൾ കാർഡാണ്. ആ ഡെവിൾ കാർഡ് എന്ന് പറയുമ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആ വ്യക്തി ഒരുപാട് പ്രേയേഴ്സ് നടത്തുന്നുണ്ടാവും, അതായത് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഈ വ്യക്തിയെ അവർക്ക് മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി വേണ്ട അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരുപാട് പ്രേയേഴ്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അവിടെ ഒരു നെഗറ്റീവ് എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഓവറായിട്ട് കൺട്രോൾ ചെയ്യുകയും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഒരു കാർമിക് റിലേഷൻഷിപ്പായിട്ട് നമുക്ക് കരുതേണ്ടി വരും. ദ ഡെവിൾ എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. അപ്പം നിങ്ങൾ എത്രമാത്രം സ്നേഹിച്ചെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയി മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാം. ആദ്യ കാലഘട്ടത്തിലെ ആ ഒരു പ്രണയം ഒരു ട്വിൻ ഫ്ലെയിമിനോടും ഒക്കെ ഉപമിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് നല്ല ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കണം ഇത്. അതായത് ഈ വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമാണ് എന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവണം. പക്ഷേ ഇത് 4 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് വാശി പിടിച്ച് മാറി നിൽക്കും, നിങ്ങളെ വേദനിപ്പിക്കും. അത്തരത്തിലുള്ള സിറ്റുവേഷൻസാണ് ഇവിടെ കാണുന്നത് 4 ഓഫ് കപ്സ്. അതായത് യഥാർത്ഥത്തിൽ നിങ്ങളില്ല എങ്കിൽ ആ വ്യക്തി ഇല്ല, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് കാണിക്കില്ല. നിങ്ങളുടെ അടുത്ത് എപ്പോഴും നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇവിടുത്തെ 2 ഓഫ് സ്പേഡ് കണ്ടില്ലേ, ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് 2 ഓഫ് സ്പേഡ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തികൾ വേറെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബ്ലാക്ക് എനർജീസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തിയെ കണ്ണ് കെട്ടിയിട്ടാണ് വ്യക്തിയെ കൊണ്ടുവന്നത്, ബ്രെയിൻ വാഷ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് ആ വ്യക്തി പ്രേയേഴ്സ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വലിയൊരു റോൾ ഉണ്ടാവില്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഇവിടെ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം, നിങ്ങളിലേക്ക് തിരികെ വരണം. ഇൻറ്റൻഷനൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷെ ആ ഇൻറ്റൻഷൻ നിലനിൽക്കില്ല. കാരണം ദ ഡെവിൾ കിട്ടിയത് കൊണ്ട് തന്നെ സ്വഭാവത്തിലുള്ള ആ ഒരു വ്യതിയാനം മാറ്റം കൊണ്ട് റിലേഷൻഷിപ്പ് എൻഡായി പോകാനും ഒക്കെയാണ് കാരണം. ചിലപ്പോൾ എൻഡായി പോവില്ല, വീണ്ടും വരിക പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ആ പേഴ്സൻ്റെ മെസ്സേജ് യു ആർ ഇറിപ്ലേസിബിൾ. അതായത് ശരിയാണ്, നിങ്ങൾക്ക് പകരം വയ്ക്കാൻ ആ വ്യക്തിക്ക് വേറെ ആരും ഇല്ല. ഐ ലവ് യു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഇഷ്ടമായതുകൊണ്ടാണ് തിരികെ വരുന്നത്. ഐ ഒബ്സസ് ഓവർ യു, എനിക്ക് നിന്നിൽ ഒരുപാട് ഒബ്സഷൻ ഉണ്ട്, ഒക്കെ കറക്റ്റാണ്. ഈ പേഴ്സൻ്റെ നെയിമിലെ ലെറ്റേഴ്സ് എൻ എം ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇസെറ്റ് എഫ് ജെ ടി യു ബി പി. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. 26 നിങ്ങളുടെ ഏജ് ആവാം, വ്യക്തിയുടെ ഏജ് ആകാം. സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സിസ്റ്റർ, ചിലപ്പോൾ സിസ്റ്റർ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. 11 എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ബർത്ത് ഡേറ്റ് ആവാം. ഓറഞ്ച് കളർ നിങ്ങൾക്ക് ഇഷ്ടമാകാം, പേഴ്സൺ ഇഷ്ടമാകാം. കളേർഡ് ഹെയർ, വ്യക്തി വളരെയധികം ഹെയറൊക്കെ കളർ ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. 20 നിങ്ങളുടെ ഏജ് ആവാം, ഡേറ്റ് ഓഫ് ബർത്ത് ആവും. 5 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 9 എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ലവ്, ഒരുപാട് ലവ് ഉണ്ട്. ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം. ഇനി നമുക്ക് പ്ലേസസ് ആണ് നോക്കാനുള്ളത്. ഇവിടെ കൊല്ലം എന്നാണ് കിട്ടിയിട്ടുള്ളത്, പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട്, തൃശ്ശൂർ, കോഴിക്കോട്, വയനാട്. അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി റൊമാൻസ് ഏഞ്ചൽസ് കാർഡ്സാണ് എടുക്കാനുള്ളത്.
ഏഞ്ചൽ ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അതിലുപരി നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ്? പാഷൻ, അലോ യുവർ ഹെഡ്, നിങ്ങളുടെ ഹൃദയത്തെ അനുവദിക്കുക. ആൻഡ് സോൾ, അതുപോലെ തന്നെ സോളിനെയും ടു സിങ് വിത്ത് ജോയ്, നിങ്ങൾ പാട്ടുപാടി സന്തോഷിക്കുക. ഒരു പക്ഷേ നിങ്ങളിത് കാണുമ്പോഴും ഒരുപാട് സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഡിവൈൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഏഞ്ചൽ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങളുടെ ഹൃദയത്തെയും ആത്മാവിനെയും സന്തോഷിക്കാൻ അനുവദിക്കുക. നിങ്ങൾ പാട്ട് പാടുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാഷൻ എന്താണോ അതിലേക്ക് നിങ്ങൾ തിരിയുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഹായ്, പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് വിചാരിക്കുക. ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സും കാര്യങ്ങളും ഓർത്തെടുക്കുക. ഗ്രീൻ ക്യാൻഡിലാണ് നമ്മൾ സെക്കൻഡ് പൈലായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. ഡിയർ ആർക്കേഞ്ചൽ, സ്പിരിറ്റ് ഗൈഡ്, ആൻസിസ്റ്റേഴ്സ്, പ്ലീസ് ഗീവ് മീ ദി റൈറ്റ് ആൻസർ. പ്ലീസ് ടെൽ മീ ദി റൈറ്റ് ആൻസർ. What he or she thinks about you. What he or she thinks about you. The lovers. അതായത് ഇവിടെ മേജർ ആർക്കാനുള്ള കാർഡ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പ്രണയത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ആ വ്യക്തി കണ്ടിട്ടുള്ളത്. അപ്പം ഇവിടെ അതിനെ മാറ്റമൊന്നുമില്ല. മറ്റുള്ളവർക്കും അറിയുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരിക്കാം നിങ്ങൾ പ്രണയത്തിലാണെന്നുള്ളത്. രണ്ടുപേർക്കും ചോയ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും രണ്ടുപേരും ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിരിക്കാം. ഫിസിക്കലി വളരെയധികം കോണ്ടാക്റ്റ് ഉള്ള ആൾക്കാരായിരിക്കാം. ഫിസിക്കലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം. ഇവിടെ ഇത് സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ വയസ്സിന് വ്യത്യാസം ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യലി അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ രണ്ടു പേർക്കും പരസ്പരം താങ്ങും തണലുമായിട്ട് നിൽക്കുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളായിരിക്കാം വഴക്കിട്ട് മാറി നിൽക്കുന്ന ഒരു വ്യക്തി. നിങ്ങളുടെ പേഴ്സൺ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളുടെ പിറകെ വന്ന് നിങ്ങളെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഇവിടെ ഒരു തുറന്നു പറച്ചിലുണ്ട്, ഒരു ഓപ്പൺനെസ് ഉണ്ട് രണ്ടുപേരും തമ്മിൽ. അതുപോലെ തന്നെ രണ്ടുപേരെയും മോട്ടിവേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സെൽഫിഷാണ്. അതായത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ഇപ്പോൾ മറ്റുള്ളവർ അറിഞ്ഞു, സൊസൈറ്റി അറിഞ്ഞു, അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നിങ്ങളെ വിട്ടിട്ട് മാറി നിന്ന് ആ വ്യക്തിയുടെ തടി രക്ഷിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം കണ്ടെത്തുന്നു, ആ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോകുന്നു. അപ്പോഴൊക്കെ നിങ്ങളൊരുപക്ഷെ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനോ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ പറയാനോ ഒന്നും ആ വ്യക്തി മെനക്കിടില്ല. അന്നേരം ആ വ്യക്തിയുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അന്നേരം ആ ഒരു പിക്ചറിലൊന്നും നിങ്ങളുണ്ടാവില്ല. അപ്പോൾ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്നുള്ളത് സാരം. പക്ഷേ ഇവിടെ നിങ്ങൾ പ്രണയത്തിലാണ്, നിങ്ങൾ രണ്ടുപേരും പിണക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്കൊക്കെ വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. കാരണം ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും ടെക്സ്റ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മെസ്സേജ് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുക, സ്റ്റാറ്റസ് ഒക്കെ ഇടുക, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ഇവിടെ 2 ഓഫ് കപ്സ് ആണ്, ട്വിൻ ഫ്ലെയിം ജേനിയാണ്. അപ്പം ഈ വ്യക്തി യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തരണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതാണ് ട്രൂ ഇൻറ്റൻഷനിൽ നിൽക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ആ വ്യക്തി ഒരുപാട് സങ്കടത്തിലാണെന്നുള്ളതാണ്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് സമയം കിട്ടിയിട്ടില്ല, എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടാവാം, നിങ്ങൾ ചിലപ്പോൾ വഴക്ക് വിട്ടിട്ടുണ്ടാവാം, അങ്ങനെയുള്ള ചെറിയ സൗന്ദര്യപ്പിണക്കോ ആകാം. അല്ലെങ്കിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ പേരിൽ രണ്ടുപേരും വഴക്കിട്ട് ആ വ്യക്തി ഒരുപാട് ഹർട്ടായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണുള്ളത്. ചിലപ്പോൾ നിങ്ങൾ വളരെയധികം വഴക്ക് ഈ വ്യക്തിയെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ സാഹചര്യം ഒക്കെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതിൻ്റെയൊക്കെ പേരിൽ ഒരുപക്ഷെ നിങ്ങൾ
വളരെയധികം വഴക്ക് ഈ വ്യക്തിയെ പറഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെ പേരിലൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് പക്ഷെ ആ വ്യക്തി ഒരുപാട് വിഷമത്തിലാണ്. അപ്പോൾ ആ ഒരു വിഷമിച്ചിരിക്കുന്ന സിറ്റുവേഷനിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെൻ്റൊക്കെ നിങ്ങൾക്ക് തരണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇസോ വൺസ് കിട്ടിയിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് തുടങ്ങണം, അതിനൊരു ആക്ഷൻ എടുക്കണം എന്ന് തന്നെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ദൈവം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്, റിലേഷൻഷിപ്പാണിത്. അങ്ങനെ ഒരു ദൈവീകത ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. നിങ്ങളും കാണുന്നുണ്ടാവും. ഒരു ചിലപ്പോൾ സ്പിരിച്വൽ ലീഡേഴ്സ് ആയിരിക്കാം നിങ്ങളുടെ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന വ്യക്തികളായിരിക്കാം. ഇവിടെ ദ ഹയറോഫൻ്റ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഒരു പര്യവസാനം എന്ന് പറയുന്നത് വിവാഹമാണ്, കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണിത്. അതുപോലെ തന്നെ ഇവിടെ ഒറ്റ നോട്ടത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ പുറകെ വരുന്ന, നിങ്ങളെ എപ്പോഴും വളരെയധികം സ്നേഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരുപാട് പിറകെ നടന്നിട്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത്. ഒരുപാട് വാഗ്ദാനങ്ങൾ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഈ വ്യക്തി നിങ്ങൾക്കരികിലേക്ക് വരും. ചിലപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഒരുപാട് വേദനിക്കുന്ന സിറ്റുവേഷനാണ് ഉള്ളത്. ഇനി ആ പേഴ്സൻ്റെ മെസ്സേജ് നമുക്ക് നോക്കാം. ഐ ഫീൽ താങ്ക്ഫുൾ ടു ഹാവ് സച്ച് എ ലവ് ടു യു ഇൻ മൈ ലൈഫ്. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിൽ ഞാൻ ഒരുപാട് ദൈവത്തിന് നന്ദി പറയാം. ഐ താങ്ക് എബൌട്ട് യു. ഞാൻ എപ്പോഴും നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഐ ആം അഫ്രൈഡ് ഓഫ് ലൂസിങ് യു. എനിക്ക് നിന്നെ നഷ്ടപ്പെടുന്നോർത്ത് എനിക്ക് ഭയമാണ് എന്നാണ് പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. H എന്ന് കിട്ടിയിട്ടുണ്ട്, പേഴ്സൻ്റെ നെയിമാണ്. R എന്ന് കിട്ടിയിട്ടുണ്ട്, S എന്ന് കിട്ടിയിട്ടുണ്ട്, I എന്ന് കിട്ടിയിട്ടുണ്ട്, K എന്നാണ് കിട്ടിയിട്ടുള്ളത്, D, G എന്ന് കിട്ടിയിട്ടുണ്ട്, Q, V, L, X. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ക്ലൂസാണ് എടുക്കാനുള്ളത്. ബ്ലാക്ക് കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം. റെഡ് കളർ ഇഷ്ടമായിരിക്കാം. ബ്ലൂ കളർ ഇഷ്ടമായിരിക്കാം. 12 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബർത്ത് ഡേറ്റ് ആവാം. സിസ്റ്റർ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ജൂൺ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാൻസർ, ക്യാപ്രിക്കോൺ. 8 എന്നൊരു ഡേറ്റ്. ആർക്കെങ്കിലും സാൻഡൽ ഫോൺ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മെസ്സേജ് നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. 23 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആവാം. മെയ് എന്ന മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫ്രണ്ട്സും ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റിത്തിരിയുന്ന വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം. ഇവിടെ കോട്ടയം എന്നാണ് കിട്ടിയിട്ടുള്ളത്. എറണാകുളം, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കതൊക്കെ റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക. ഇനി റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ചിൽഡ്രൻ എന്നാണ് കിട്ടിയിട്ടുള്ളത്. യുവർ ലവ് ലൈഫ് ഈസ് ബീയിങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൻ. നിങ്ങളുടെ പ്രണയം ഒരുപക്ഷെ കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ആ വ്യക്തിക്ക് കുട്ടികളുണ്ടായിരിക്കാം, നിങ്ങൾക്ക് കുട്ടികളുണ്ടായിരിക്കാം. കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ പ്രണയത്തെ അതെല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത്. അല്ലെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ നോക്കുക എന്നുള്ളൊരു മെസ്സേജും ആവാം. ഇവിടെ സെക്കൻഡ് കാർഡ് കോ ഡിപ്പെൻഡൻസി എന്നുള്ളതാണ്. അതായത് അഡിക്ഷൻസ് ആർ അഫക്റ്റിംഗ് യുവർ റൊമാൻറ്റിക് ലൈഫ്. നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയിൽ അഡിക്റ്റ് ആയിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തിക്ക് സ്പേസ് കൊടുക്കുന്നുണ്ടാവില്ല നിങ്ങൾ. അതായത് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, മറ്റുള്ളവരോട് ആ വ്യക്തി നല്ല രീതിയിൽ പെരുമാറുമ്പോൾ, സ്നേഹം കാണിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ അതിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ആ സമയത്തൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള സമയം നിങ്ങൾ കൊടുക്കുക. ആ വ്യക്തി ഒരു സോളാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള ഫ്രീഡം നിങ്ങൾ കൊടുക്കുക. അപ്പോൾ മാത്രമാണ് ഇതൊരു ട്രൂ ലവിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അഡിക്ഷൻസ് നിങ്ങളുടെ ലൈഫിനെ നശിപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ
ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കും.